രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച സംഭവത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായി. കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട 3 പേർ ഉൾപ്പെടെ 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായി. എറണാകുളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നുമായാണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവത്തിലാണല്ലോ ഇപ്പോൾ കൊട്ടേഷൻ സംഘം പിടിയിലായിരിക്കുന്നത്. ഈ സംഘാംഗങ്ങൾ ആരൊക്കെയാണ്, എന്താണ് അറിയാനാവുന്നത്? മായ, തൃശൂർ സ്വദേശി സിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു കൊട്ടേഷൻ നൽകിയത് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായുള്ള കണ്ടെത്തൽ. ഒല്ലൂർ സ്വദേശിയാണ് ഈ സിജോ എന്ന് പറഞ്ഞ വ്യക്തി. ഈ സുനിലുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു സിജോ. ഈ സിജോയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കൊട്ടേഷൻ ഇപ്പോൾ നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുമാത്രമല്ല, ഈ സിജോയ്ക്ക് മറ്റാരെങ്കിലും കൊട്ടേഷൻ നൽകിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. സുനിൽ ഒരു ബിസിനസ്സുകാരനാണ്. തിയേറ്റർ ഉൾപ്പെടെയുള്ള പല ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഇത്തരത്തിൽ വലിയൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ നിരവധി സാമ്പത്തിക ഇടപാടുകൾ നിരന്തരം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് മേഖലയിൽ സുനിലിന് ശത്രുക്കൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ പോലീസ് പറഞ്ഞതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ശത്രുക്കളാണോ ഈ ഒരു കൊട്ടേഷന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ ഒല്ലൂർ സ്വദേശി സിജോയാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ളൊരു കണ്ടെത്തലിൽ പോലീസ് എത്തിയിട്ടുണ്ട്. സിജോ തന്നിഷ്ടപ്രകാരം ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇയാളെ കൊട്ടേഷൻ ഏൽപ്പിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. 3 പേരെയാണ് തൃശ്ശൂരിൽ നിന്നും ഈ ഒരു കൊട്ടേഷൻ പ്രവർത്തനവുമായി പോലീസ് പിടികൂടിയത്. എറണാകുളത്ത് നിന്നും മറ്റ് 2 വ്യക്തികളെയും തൃശ്ശൂരിൽ നിന്നും 3 പേരെയും മൊത്തം 5 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനും ഡ്രൈവർക്കും കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ അദ്ദേഹത്തിന് വെട്ടേൽക്കുകയുണ്ടായി. ഈ ഒരു ഡ്രൈവർക്കും സുനിലിനും വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സുനിലിന്റെ വീട്ടുപടിക്കൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ചുറ്റിക ഉപയോഗിച്ച് കാറിന്റെ ഗ്ലാസുകൾ തകർത്ത ശേഷം പുറത്തിറങ്ങിയ ഡ്രൈവറെയും വെട്ടി, ഉള്ളിലിരുന്ന സുനിലിനെയും വെട്ടി. ആ ഒരു ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. ഈ ആക്രമണത്തിന് ശേഷം ഈ കുറ്റവാളികൾ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഈ ഒരു ആക്രമികളെ പിടികൂടാനുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഈ ചുറ്റിക വാങ്ങിയ കടകളിലടക്കം പോലീസ് എത്തി ചോദ്യം ചെയ്തിരുന്നു. അവിടെ നിന്നും ലഭിച്ച പ്രതികളുടെ ദൃശ്യങ്ങളും വളരെ നിർണായകമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു സിജോയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ നൽകിയതെന്നുള്ള കണ്ടെത്തലിലാണ് പോലീസ്. ഹരീഷ്, ഈ സുനിലും സിജോയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ മുൻപ് നടത്തിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ കൊട്ടേഷനിലേക്കൊക്കെ പോയത്. എന്താണ് സുനിൽ പറയുന്നത്? സുനിലും ഇയാളും തമ്മിൽ എത്ര രൂപയുടെ വിനിമയമാണ് നടന്നത്? ഏത് തരത്തിലാണ് അവരുമായുള്ള ആ ബന്ധം? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുനിൽ പറയുന്നുണ്ടോ? മായ, നിലവിൽ ഇത്തരം ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിജോയും ഈ സുനിലും തമ്മിൽ നേരിട്ടുള്ള ബിസിനസ് ഇടപാടുണ്ടോ അല്ലെങ്കിൽ പണമിടപാടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമാണ് ഈ ഒരു സിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ളത്. ഇനി ഇയാളും സുനിലും തമ്മിലുള്ള ബന്ധമാണ് കണ്ടെത്തേണ്ടത്. അതല്ലെങ്കിൽ ഈ സിജോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആരാണ് കൊട്ടേഷൻ നൽകിയത്? ഇയാൾ ആക്രമിക്കാൻ പറഞ്ഞുകൊണ്ട് സിജോയ്ക്ക് കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണോ ചെയ്തത്? മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയാണോ? ഇയാൾക്ക് ഒരുപാട് ബിസിനസ് ബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് മറ്റാരെങ്കിലും ഇത്തരത്തിൽ കൊട്ടേഷൻ ഏൽപ്പിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ ഒല്ലൂർ സ്വദേശിയായ സിജോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കൊട്ടേഷന് നേതൃത്വം കൊടുത്തത് എന്ന് മാത്രമാണ്. പക്ഷേ ഇയാളുമായി പണമിടപാട് ഉണ്ടോ അല്ലെങ്കിൽ ഇയാളുമായി ബിസിനസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, സുനിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. സ്വാഭാവികമായും ഒരുപക്ഷെ ഇയാളുമായി ബിസിനസ് ഇടപാട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾ പറഞ്ഞിട്ടുള്ള അതിന്റെ അനുസരിച്ചുള്ള കൊട്ടേഷൻ ആയിരിക്കാം ഈ സിജോ ഏറ്റെടുത്തത് എന്ന് വേണം. മറ്റൊന്ന്, ഈ രാഗം തിയേറ്ററിന്റെ ഉടമസ്ഥതയിലും മാറ്റം വന്നിട്ടില്ലേ ഈ അടുത്ത നാളിൽ? പോലീസിന്റെ പ്രാഥമിക നിഗമനം മായ, ഈ രാഗം തിയേറ്ററിന്റെ ഉടമയല്ല സുനിൽ എന്ന് പറഞ്ഞത്. ഇത് ഈ തിയേറ്റർ ലീസിനെടുത്ത് നടത്തുന്ന ഒരാളാണ് സുനിൽ. ഇത് ഈ തിയേറ്ററിന്റെ നടത്തിപ്പുകാരനാണ്, ഇതിന്റെ ശരിയായ ഉടമയല്ല. അത് പല തവണകളിലായി ഇതിന്റെ ഉടമ്പടി മാറുകയും ലീസിനെടുക്കുന്ന ആളുകൾ മാറി വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് രാഗം തിയേറ്ററുമായി സംബന്ധിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു തിയേറ്ററിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിന്റെ നടത്തിപ്പും അതിന്റെ ചുമതലയും ഒക്കെ ഏൽക്കുന്നത് സുനിലാണ്. ഇതിന്റെ ശരിയായ ഉടമയല്ല സുനിൽ. ഇതിന്റെ ലീസിനെടുത്ത് നടത്തുന്ന നടത്തിപ്പുകാരൻ മാത്രമാണ്
സുനിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സുനിലാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി രാഗം തിയേറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം സംഭവിക്കുന്നത്. ഇത് തിയേറ്ററുമായുള്ള ഇടപാടോ അല്ലെങ്കിൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ ആകണമെന്നില്ല. കാരണം ഇയാൾക്ക് മറ്റ് ബിസിനസ്സുകളുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഈ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ശത്രുതയുണ്ട്. പല ആളുകളുമായി ഇയാൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാലും അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ആളാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകിയത് എന്നത് കാര്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഇപ്പോൾ പ്രാഥമികമായി ഈ പോലീസിന് മനസ്സിലായ സംഭവം ഇത് ഒരു കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ നേതൃത്വം നൽകിയത് ഒല്ലൂർ സ്വദേശി സിജോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേര് തൃശ്ശൂരിൽ നിന്നും 2 പേര് എറണാകുളത്തു നിന്നും, അങ്ങനെ മൊത്തം 5 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇനി വ്യക്തത വരേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു കൊട്ടേഷൻ നൽകിയത്, അല്ലെങ്കിൽ ആരാണ് ഈ കൊട്ടേഷൻ നൽകിയത്, സിജോ അല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു കൊട്ടേഷന് പിന്നിലുണ്ടോ, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഒരു കൊട്ടേഷൻ പിന്നിൽ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസവും ഈ സിജോയുമായി സംസാരിച്ചപ്പോഴും സിജോ പറഞ്ഞത് തനിക്ക് ഒരുപാട് ഈ ബിസിനസ് മേഖലയിൽ ശത്രുക്കളുണ്ട്, നിരന്തരമായി പണമിടപാട് നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു ശത്രുത ഉണ്ടാകാം. ആ ശത്രുവിന് പുറത്തായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ നൽകിയതെന്നുള്ള കാര്യമാണ് സുനിലും പറഞ്ഞത്. അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇനി എന്തായാലും കണ്ടെത്തേണ്ടത് ആരാണ് ഈ കൊട്ടേഷൻ നൽകിയത്, ഏത് സാഹചര്യത്തിലാണ് കൊട്ടേഷൻ നൽകിയത്, ഇനിയും പ്രതികളുണ്ടോ, അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ നൽകിയതിന് മുകളിൽ മറ്റാരെങ്കിലുടെയും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാവേണ്ടത്. എന്തായാലും ഈ ഒരു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് മായ. പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ. നേർവഴി രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച സംഭവത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായിരിക്കുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഹരീഷ്.